പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമരയെ കണ്ടെത്താൻ വ്യാപകമായ തെരച്ചിൽ പോലീസ് തുടരുകയാണ്. ഇതുവരെയും ഇയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുപോലും സംശയമുണ്ട്. എന്നാലും വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. നെന്മാറ പോലീസിന് ആകപ്പാട് ഒരു പിഴവ് പറ്റി. എന്നാൽ ഇയാളെ കണ്ടെത്തിയെങ്കിലും മുഖം സംരക്ഷിക്കാനുള്ള തത്രപ്പാടും അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇയാളെ കണ്ട കുളത്തിൽ സ്കൂബ സംഘം തെരച്ചിൽ നടത്തുകയാണ്. സൂരജ് സജി തത്സമയം ചേരുകയാണ്. കാരണം ഇയാൾ മറ്റെന്തെങ്കിലും അത്യാഹിതം ചെയ്തോ എന്നുകൂടി സംശയമുണ്ട്. സൂരജ് സജി, എന്തൊക്കെയാണ് സ്കൂബ ടീമാണോ അവിടെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്? തീർച്ചയായും ഈ കുളത്തിന് സമീപത്ത് സ്കൂബ സംഘം തിരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതിയായിട്ടുള്ള ചെന്താമരയെ അവസാനമായി കണ്ടത് ഈ കുളത്തിലാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ കുളത്തിലെത്തിയതായി ചിലർ സംശയം പ്രകടിപ്പിക്കുന്നു. അവസാനം ഈ കുളത്തിലെത്തി കുളിച്ചതിന് ശേഷമാണ് ഈ പ്രതി ഇവിടെ നിന്ന് പോയതെന്ന സംശയമാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ച് ഇന്നലെ വീട്ടിൽ നിന്ന് ഒരു പകുതി ഉള്ള ഈ വിഷക്കുപ്പി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷം കഴിച്ചതിന് ശേഷം ഈ പ്രതി കുളത്തിൽ ചാടുകയോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുകയാണ്. ഈ വിഷക്കുപ്പി കൂടി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഒരു ആത്മഹത്യാ സാധ്യത കൂടി പോലീസ് തള്ളിക്കളയുന്നില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സ്കൂബ സംഘത്തെ അടക്കം എത്തിച്ചുകൊണ്ട് ഈ മേഖലയിൽ വലിയ തിരച്ചിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 100-ലധികം വരുന്ന പോലീസുകാരും ഈ മേഖലയിൽ 4 സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഒരു പ്രദേശവാസി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ കുളത്തിന് എത്രമാത്രം ആഴമുണ്ട്? കുളത്തിന് ആഴമൊന്നുമില്ല, മുട്ടിന് 1.5 ഇടുപ്പിന് അത്രേ ഉള്ളൂ, വലിയ ആഴമൊന്നുമില്ല. ചെന്താമരയും കൂടി വരാറുണ്ടോ ഈ കുളത്തിലേക്ക്? ഇവിടങ്ങളിൽ അങ്ങനെ വല്ലപ്പോഴൊക്കെ മാത്രമേ വരുള്ളൂ. ഇതെല്ലാം ഡെയിലി ഒന്നും വരവൊന്നുമില്ല. ഇടയ്ക്ക് ഇന്നലെ ഇവിടെ കണ്ടു എന്നുള്ളതാണ് ചില നാട്ടുകാരുടെ ഒരു സംശയം. ഇന്നലെ അവിടെ കണ്ടു എന്നുള്ളതാണ് സംശയം മാത്രമേ ഉള്ളൂ. അതാണ് സ്കേൻ. അതായത് നാട്ടുകാരും പറയുന്നത് ഇതാണ്, ഒരു സംശയം. അതായത് ഈ ചെന്താമര ഇന്നലെ ഇവിടെ കണ്ടതായ ഒരു സംശയം ഉണ്ടായിരുന്നത്. സ്കൂബ സംഘം കുളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇവർ പറയുന്ന ഒരാൾ പൊക്കത്തിൽ പോലും വെള്ളമില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. പക്ഷെ നല്ല ചെളിയുണ്ട് ഈ കുളത്തിന്. അതുകൊണ്ട് തന്നെ ഈ ചെളി അടക്കം, ഈ ചെളിക്കടിയിലടക്കം ചെളി ഇളക്കിയൊക്കെ ഉള്ള ഒരു പരിശോധനയിലേക്കായിരിക്കും കടക്കുക. ഈ കുളത്തിന്റെ നടുവിലേക്കൊക്കെ സ്കൂബ സംഘം നീന്തി പോകുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എന്തായാലും ഈ കുളം ആകെ തിരച്ചിൽ നടത്താനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ വനമേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. 100-ലധികം പോലീസുകാർ, അതായത് നെന്മാറയ്ക്ക് സമീപത്തു നിന്നുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്നടക്കം പോലീസുകാരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ 100 അംഗ പോലീസിനെ 4 ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് വിവിധ കോണുകളിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നും ഡ്രോൺ നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് ഇവിടെ നിന്നാണെങ്കിൽ വനമേഖലയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡ്രോൺ നിരീക്ഷണം നടത്തുക. അതോടൊപ്പം തന്നെയാണ് പ്രതി ഒരു ആത്മഹത്യ ചെയ്തേക്കാനുള്ള ഒരു സാധ്യത അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ കുളത്തിലടക്കം തിരച്ചിൽ നടത്തുന്നത്. ചെന്താമരയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ അകലെയാണ് ഈ കുളമുള്ളത്. അതായത് ചെന്താമരയുടെ വീടിന് താഴെ ഒരു പാടമാണ്. ആ പാടശേഖരത്തിന് നടുവിലാണ് ഈ കുളമുള്ളത്. ആ കുളത്തിലാണ് ഇപ്പോൾ സ്കൂബ സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള തിരച്ചിൽ. അതായത് കുളത്തിന്റെ എല്ലാ ഭാഗത്തും, അതായത് ഇപ്പോൾ ഇതിന്റെ ഈ അരികുവശത്താണ് അവർ ഈ കുളത്തിന്റെ ഒരു സൈഡിലൂടെ ഇങ്ങനെ കറങ്ങി വരികയാണ്. എല്ലാ ഭാഗത്തും ഈ കുളം ആകെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂബ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കെയിൽ. ഓക്കെ, താങ്ക് യു സൂരജ് സജി. ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ ചെന്താമര എന്ന സംശയത്തിലാണ് പോലീസ് ഈ കുളത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്.